അസ്സലാമലൈക്കും. ഇന്ന് ഓഫ് ഡേ ആയിട്ട് ഇത്രയും നേരം ഞങ്ങൾ റൂമിൽ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 6 മണിയൊക്കെ ആവാറായപ്പോൾ ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ ഇച്ചിരി സാധനങ്ങൾ മേടിക്കാൻ 7 എമിറേറ്റ്സ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൂപ്പർ മാർക്കറ്റ് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ എന്നും സാധനങ്ങൾ മേടിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. കാരണം എളുപ്പമാണല്ലോ ഇങ്ങോട്ട് ഇറങ്ങിയ. പിന്നെ ഒത്തിരി സാധനങ്ങൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാറുമില്ല. കാരണം ചില സാഹചര്യങ്ങൾക്ക് ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്തും കഴിക്കാറുണ്ട്. പിന്നെ ആദ്യം തന്നെ വെജിറ്റബിളിൻ്റെ സെക്ഷനിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഫിഷ് മേടിക്കണം എന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഫിഷ് മേടിക്കാമെന്ന് വിചാരിച്ച് ഫിഷിൻ്റെ കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണ വഴിക്കാണ് കംഫർട്ട് കണ്ടത്. അപ്പോൾ ഞാൻ ഇക്കേച്ചിയോട് ചോദിക്കുകയാണ് കംഫർട്ട് മേടിക്കണോ എന്ന്. അപ്പോൾ ഇക്കേച്ചി പറയും ഓൾറെഡി റൂമിൻ്റെ അകത്തുണ്ട്, അത് തീരട്ടെ, അതിനുശേഷം നമുക്ക് മേടിക്കാം. പിന്നെ അങ്ങനെ നടന്ന് ഫിഷിൻ്റെ കൗണ്ടറിലെത്തി എല്ലാ ഫിഷും ഒന്നും നോക്കി. അതിനുശേഷം ഞങ്ങൾ ട്യൂണയാണ് സെലക്ട് ചെയ്ത്. ചെറിയ 2 ട്യൂണ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അവിടെ ഒരു ഇക്കായായിരുന്നു. ആ നേരം കൊണ്ട് ഞങ്ങൾ ഓഫറിൻ്റെ പേപ്പർ കണ്ടപ്പോൾ എന്തെങ്കിലും ഓഫറിലുള്ളതുണ്ടോ എന്നൊക്കെ നോക്കി. പിന്നെ കട്ട് ചെയ്ത ഫിഷും കൊണ്ട് താഴത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ ഫിഷ് കറി വയ്ക്കാനായിട്ട് ചെറുള്ളി എടുത്തു. പിന്നെ ചെറിയ കപ്പയാണ്, എല്ലാം ചെറിയ കപ്പ. അപ്പോൾ ഏതാണ് നല്ല കപ്പ എന്ന് നോക്കി സെലക്ട് ചെയ്ത് പയ്യനെ എടുത്തു. കാരണം ഒരു കൺഫ്യൂഷൻ ഏതാണ് നല്ല കപ്പ എന്ന്. പിന്നെ പച്ചമുളക് എടുത്തു. പച്ചമുളക് എടുത്തതിന് ശേഷം പിന്നെ കരിവേപ്പില ആദ്യം എടുത്തത് ഇച്ചിരി ഉണക്ക എന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ നല്ല കരിവേപ്പില നോക്കി സെലക്ട് ചെയ്തു. പിന്നെ കുക്കുംബർ എടുത്തു. അപ്പോൾ കുക്കുംബർ എടുത്തപ്പോൾ ഇക്കേച്ച് പറയേണ്ട 3 നല്ല കുക്കുംബർ നോക്കി എടുത്താൽ മതി. പിന്നെ തക്കാളി എടുക്കാൻ കൂടെടുത്തു. അതിനുശേഷം തക്കാളി സെലക്ട് ചെയ്ത് എടുത്തത്. കാരണം ഒത്തിരി വലിയ തക്കാളി വേണ്ട, ചെറിയ തക്കാളി മതി. അപ്പം ഞാൻ ഇക്കേച്ചിയോട് ചോദിക്കുകയാണ് ഈ തക്കാളി മതിയോ ഇക്കേച്ചി, ഈ തക്കാളി മതിയോ ഇക്കേച്ചി എന്ന് ചോദിച്ച് ഇക്കേച്ചിനെ ഇങ്ങനെ കളിയാക്കുവാണ് ഞാൻ. പിന്നെ ബില്ലിങ്ങിൻ്റെ സ്ഥലത്തെത്തി. ബില്ലിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ബില്ലടിച്ചു. 26 ദിർഹത്തിൻ്റെ സാധനം മേടിച്ചോളൂ. പിന്നെ എല്ലാത്തിനും ഇച്ചിരി സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. പിന്നെ വെളിയിലേക്ക് ഇറങ്ങി ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും വിചാരിക്കും ഓഫിൻ്റെ അന്ന് ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങിപ്പോരും ഈവനിങ്ങിൽ നിന്ന്. പക്ഷെ ചൂടായിട്ട് എനിക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ ഇഷ്ടമല്ല. പിന്നെ ബിൽഡിങ്ങിൻ്റെ എത്തി, ലിഫ്റ്റിൽ കയറി. പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ എൻ്റെ ഫ്രണ്ടിലേക്ക് എത്താറായി. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അസ്സലാമു അലൈക്കും.